ഹരി, നമസ്കാരം. നമസ്കാരം. കെ ഹരിഹരൻ ABC ഫ്ലോറിൽ നിന്നൊരു ബ്രേക്ക് എടുത്തത് എന്താണ്? അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ എന്ന് നമ്മുടെ പ്രേക്ഷകർ പലരും വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് ഹരിയുടെ കുറ്റമല്ല. ഇവിടെ ഞാൻ കുറച്ച് ലീവായതിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഹരിയുടെ ചില യാത്രകളും ഒക്കെ അതിനെ ബാധിച്ചു. എന്തായാലും ഒരു ഒരു ഇടവേളയ്ക്ക് ശേഷം ഹരിഹരൻ വീണ്ടും ABC ഫ്ലോറിൽ വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ അദ്ദേഹം മാത്രം വേറിട്ട മാർഗത്തിൽ പ്രതികരിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട്. മലയാളി അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹരി, വെൽക്കം ബാക്ക്. ഇന്ന് ഹരി സംസാരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ചാണ്. CPM-നെ വെല്ലുവിളിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA, സ്വതന്ത്ര MLA, ഒരു പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. CPM-ന് ചരിത്രത്തിൽ അവർ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത വെല്ലുവിളിയാണ് PV അൻവർ ഉയർത്തിയത്. CPM തന്നെ വില കൊടുത്ത് വാങ്ങിയ ഒരു വലിയ ശത്രുവായി PV അൻവർ ഇന്ന് മാറിയിരിക്കുന്നു. അൻവറിൻ്റെ കൂടെ KT ജലീലിനെ പോലെ സ്വതന്ത്ര MLA-മാരും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ KT ജലീൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഉണ്ടാവില്ല, അദ്ദേഹം CPM-നോടൊപ്പം തന്നെയാണ്. പക്ഷേ PV അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് CPM-നെ പോലെ ഒരു പാർട്ടി ഇങ്ങനെ ഒരു ഗതികേടിലേക്ക്, ഇങ്ങനെ ഒരു വിലക്ക് വാങ്ങിയ വെല്ലുവിളി അതെങ്ങനെയാണ് CPM-നെ പോലെ ഒരു പാർട്ടിയിൽ സാധ്യമായത്? രണ്ട്, ആ പാർട്ടിയുടെ നിർമ്മിതി, ആ പാർട്ടിയുടെ സ്ഥാപനം PV അൻവറിന് എന്തുമാത്രം വിജയിപ്പിക്കാനാവും? കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാനാവും? CPM ഇതിനു മുമ്പും ഇത്തരം വെല്ലുവിളികളെ പലതും കണ്ടതാണ്. പക്ഷേ അൻവറിൻ്റെ വെല്ലുവിളി അതിനേക്കാളൊക്കെ മികച്ചതായിരിക്കുമോ? ഇത്തരം ആശങ്കകളാണ് ഇന്ന് നമ്മൾ പങ്കിടുന്നത്. ഹരി, അങ്ങേക്ക് സംസാരിച്ചു തുടങ്ങാം. PV അൻവർ ഒരു പാർട്ടി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പെട്ടെന്നാണ് പ്രഖ്യാപിച്ചത്. ഒരു രാത്രി കൊണ്ടാണ് ആ പ്രഖ്യാപനം വരുന്നത്. അതാണ് അതിലൊരു തമാശ. നിലമ്പൂരിന്റെ പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു പാർട്ടി ഉണ്ടാക്കില്ല, ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജനങ്ങൾ ആ നിലയ്ക്ക് സംഘടിക്കുകയാണെങ്കിൽ ഒരു പാർട്ടി വരും എന്നാണ്. പക്ഷെ ഒരാഴ്ച കൊണ്ടൊരു പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് അദ്ദേഹം പോകുന്നതിന് പിന്നിൽ എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, CPM-നെതിരെ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ കേരളീയ സമൂഹത്തിനകത്തുണ്ടാക്കിയിട്ടുള്ള ചലനങ്ങളുണ്ട്. അതിന്റെ പ്രത്യേകത, ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും CPM-ന്റെ പരമോന്നത നേതാവായ മനുഷ്യൻ തന്റെ ആഫീസിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളീയ സമൂഹത്തിന് എതിരാണ് എന്ന് എല്ലാ ജനവിഭാഗങ്ങളിലുള്ള എതിർപ്പുണ്ട്. അങ്ങനെ തോന്നലുണ്ട്. തോന്നലല്ലാത്ത ഒരു വസ്തുതയാണ്. ആ വസ്തുത നന്നായിട്ട് അറിയാവുന്ന ഒരാൾ അൻവറാണ്. അതുകൊണ്ട് അൻവറിന് ഒരു വിശ്വാസ്യതയുണ്ട്. അൻവർ ഭൂതകാലത്തിൽ എന്തായിരുന്നാലും ശരി, വർത്തമാനകാലത്ത് അൻവർ കേരളത്തിലെ എതിർപ്പിന്റെ ഒരു സ്വരമായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഭരണകക്ഷിയുടെ ഒരു MLA ആണ്. 8 വർഷമായിട്ട് ഭരണകക്ഷിയുടെ കൂടെ നിൽക്കുന്ന ഒരു MLA ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റ്. അതുകൊണ്ട് ഭരണകക്ഷിയുടെ ഒരു MLA, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഏറ്റവും അടുപ്പുണ്ടായിരുന്ന ഒരാള്, മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ കൃത്യമായിട്ട് അറിവുള്ള ഒരാള്, അയാളൊരു സുപ്രഭാതത്തെ പുറത്തു വന്നിട്ട് ഇത് മുഴുവൻ കുഴപ്പത്തിലാണ്, പോലീസ് കുഴപ്പത്തിലാണ്, അഴിമതിയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു വില ജനങ്ങൾ കൊടുക്കും. രണ്ടാമത്തെ കാര്യം, വിട്ടുവീഴ്ചയില്ലാതെ അൻവർ പിണറായി വിജയനെ ആക്രമിക്കുന്നുണ്ട്. പിണറായി വിജയനെയും കുടുംബത്തെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയൊക്കെ നിരന്തരം ഒരു വിട്ടുവീഴ്ച കാര്യത്തിലില്ല. അതും ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ പിണറായി വിജയനെ പോലെ വലിയ തോതിൽ കെട്ടി വാഴിക്കപ്പെട്ട ഒരു എടുപ്പ് കുതിരയെ എങ്ങനെയാണ് അദ്ദേഹം വെല്ലുവിളി? മുമ്പൊന്നും അങ്ങനെ വെല്ലുവിളിച്ചവർക്ക് ജീവൻ കിട്ടിയിട്ടില്ല. നമുക്കറിയാം, ചന്ദ്രശേഖരന്റെ കാര്യം അറിയാം, 51 വെട്ടാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള ഒരു പ്രത്യേകത, അൻവറിന്റെ വെല്ലുവിളിയിൽ CPM നന്നായിട്ട് കിലുങ്ങിയിട്ടുണ്ടെന്നാണ്. ഭയങ്കരമായിട്ട് ഭയന്നു പോയി. ഇപ്പൊ അൻവറിനെതിരെ രംഗത്ത് വരുന്ന എല്ലാ ദിവസവും ഓരോ നേതാക്കളും ഒന്ന് പ്രസ്ഥാനം എടുക്കുക. വിശ്രമ ജീവിതത്തിലേക്ക് പോയ പാലോളി മുഹമ്മദ് കുട്ടിയെ വരെ ചാരിതാർത്ഥയിൽ എടുത്തുകൊണ്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തിക്കുന്ന ഗതികൾ, അത് ആലോചിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതിന്റെ കണക്ക് വേണ്ട. കൈരളി വിജയൻ, TK ഹംസ വരുന്നു, മമ്മണി വരുന്നു, AK ബാലൻ വരുന്നു. എന്താ വെച്ചാൽ വീടിൽ തീ പിടിച്ച പോലുള്ള ഒരു നിലവിളിയാണ് CPM-ന്റെ നേതാക്കളിൽ നിന്ന് അണികളിൽ നിന്ന് പോയിരുന്നത്. അതേസമയം തന്നെ CPM-നകത്തെ വലിയൊരു വിഭാഗം ആരെങ്കിലും ഇത് പറയണ്ടേ എന്നൊരു മൂഡിലാണ്. ആരെങ്കിലും പറയണ്ടേ, ഈ പോക്കൊരു ജനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഈ പോലീസ് ഭീകരത എന്ന് പറയുന്നതിനപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒരാൾക്ക് പോകാൻ പറ്റില്ല. പോലീസുകാരുടെ ഭീകരത, അവര് നടത്തുന്ന കൊള്ളകള്,
അവർ നടത്തുന്ന മറ്റ് രീതിയിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ, ഉം. അതുപോലെ തന്നെ ഈ ഭരണം പരാജയപ്പെട്ടു കഴിഞ്ഞൊരു ഭരണം, ആ ഭരണത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ എതിർപ്പ്, ഇതെല്ലാം അൻവറിന് ഒരു സാമൂഹ്യ മൂലധനമായി മാറിയിട്ടുണ്ട്. ഓ അൻവർ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ ആ പാർട്ടിയിൽ ആരൊക്കെ വരും എന്നുള്ളതൊക്കെ ഒരുപാട് ആളുകൾ വരാം. പക്ഷെ ആളുകൾ തുടക്കത്തിൽ വന്നാലും അവരെ നിലനിർത്തിക്കൊണ്ടുപോയി എളുപ്പമല്ല. എളുപ്പമല്ല. ഏറ്റവും വലിയ ജനകീയ പിന്തുണ കിട്ടിയിരുന്ന ഒരാൾ, ഒരുപക്ഷെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് തന്നെ വലിയ പിന്തുണ കിട്ടിയിരുന്ന ഒരാൾ അബ്ദുൽ നാസർ മദനിയാണ് കേരളം. മദനിയുടെ തീർച്ചയായും. പ്രസംഗങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ട് നമുക്ക് എപിക്ക് അറിയാലോ, അതിന്റെ ഒരു അതെ. റിയാലിറ്റി എന്തായിരുന്നു. മദനി ഒരു പാർട്ടി രൂപീകരിച്ചു. പക്ഷെ മദനിയുടെ പാർട്ടി, മദനി ജയിലിൽ പോയതുകൊണ്ട് മാത്രമല്ല പാർട്ടി ദുർബലപ്പെട്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ അത് കൊണ്ടു നടക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. സാമ്പത്തിക കാര്യങ്ങൾ നിരന്തരം അത് നേരിടേണ്ടി വരുന്ന എതിരാളികള്, തുടക്കത്തിൽ ഓടിക്കൂടുന്ന പലരും പിന്നീട് കൂടെ നിൽക്കണമെന്നില്ല, വളരെ കുറച്ചു പേരെ കൂടെ നിൽക്കും. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തെ പലരും ഒരു സൗകര്യപ്രദമായ ഒരു ഇരിപ്പിടമായിട്ടാണ് കാണുന്നത്. ഒന്നിലവർക്ക് സാമ്പത്തികമായ മെച്ചം കിട്ടണം, അല്ലെങ്കിൽ സാമൂഹിക പദവികൾ വേണം. ഇത് രണ്ടും കൊടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ആളുകൾ നിൽക്കും. അതുകൊണ്ടാണ് കോൺഗ്രസും CPM-ഉം BJP-യും ഒക്കെ അതിജീവിക്കുകയും അതിനൊക്കെ ബദലായി വരുന്ന ചെറിയ പാർട്ടികൾ പലപ്പോഴും ദുർബലപ്പെട്ടു പോയി ചെയ്യുന്നത്. വലിയൊരു നേതാവ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അൻവറിന് അത് മറികടക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ മുൻകാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് കേരള രാഷ്ട്രീയത്തില് ഒരു മാറ്റമുണ്ട്. അത് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. അത് രണ്ടു തരത്തിലാണ്. ഒന്ന്, കേരളത്തിലെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന മത്തായി മാനൂരാൻ, അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടായിരുന്നു, KSP എന്നാണ് അതിന്റെ പേര്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സോഷ്യലിസ്റ്റ് നേതാക്കളോട് വിയോജിച്ചിട്ടാണ് അദ്ദേഹം കേരളത്തിൽ ഒരു കേരള സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത്. അന്ന് വലിയ നേതാക്കന്മാർ സോഷ്യലിസ്റ്റ് പാർട്ടിക്കുണ്ട്, ജയപ്രകാശ് നാരായണൻ ഉൾപ്പെടെ. പക്ഷെ അവരോടൊക്കെ വിയോജിച്ച് അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി. അദ്ദേഹം ഏറ്റവും മികച്ച നേതാവായിരുന്നു. നല്ല ധൈര്യശാലിയും തന്റേടുള്ള ആളും എന്ത് നേരിടാൻ പോകുന്ന ആളും ഒക്കെയാണ്. വലിയ പോലീസിനെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരാളൊക്കെയാണ്. പക്ഷെ ആ പാർട്ടി അതിജീവിച്ചില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അൻവർ ഒരു കാര്യം പറയുമ്പോൾ അത് ഏറ്റെടുക്കാൻ, നമ്മൾ നിലമ്പൂരിലെ യോഗം നോക്കിയറിയാം, അതിന്റെ അതിനകത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വന്നിട്ടുണ്ട്. പല ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ പല മേഖലയിൽ നിന്നുള്ളവരുണ്ട്, പല പാർട്ടികളിൽപ്പെട്ടവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ചെറുപ്പക്കാരുടെ സാന്നിധ്യമാണ്. നമ്മൾ ചെറുപ്പക്കാരെ കുറിച്ച് കാണുന്നത്, ചെറുപ്പക്കാർക്ക് കാരണം സാമൂഹ്യ ഉത്തരവാദിത്വമൊന്നുമില്ല, അവർ വെറുതെ നടക്കുകയാണ്. അൻവർ തന്നെ തമാശയായിട്ട് പറയും, ഇവരൊക്കെ കുഴിമന്തി തിന്നിട്ട് വയറൊക്കെ 2 ഫുട്ബോൾ പോലിട്ട് അങ്ങനെയാണ് വിളിക്കുന്നത്. അതൊരു വിമർശനമാണ്. പക്ഷെ ആ വിമർശനം പോലും കുട്ടികൾ ഏറ്റെടുക്കുന്നുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട് എന്താണ് ഈ കുഴിമന്തി തിന്നുന്നുള്ള കുഴപ്പം. നമ്മുടെ ഭക്ഷണശീലത്തിലെ മാറ്റം, നമ്മുടെ വസ്ത്രധാരണത്തിലെ മാറ്റം, നമ്മുടെ ചിന്തയിലെ മാറ്റം, അതൊക്കെ അൻവറിന് പറയാൻ പറ്റുന്ന ഭാഷയിൽ അൻവർ പറഞ്ഞിട്ടുണ്ട്. വേറൊരാൾ ആ രീതിയിലല്ല പറയാം. പക്ഷെ അൻവർ പറഞ്ഞപ്പോഴത് ഏറ്റെടുക്കാൻ ചെറുപ്പക്കാരുണ്ട്. രണ്ടാമത്തെ കാര്യം, കേരളത്തില് ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറത്ത് ഒരു വലിയ ഏരിയ ഒഴിഞ്ഞു കിടക്കുന്നു. അത് ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രവർത്തനത്തിൽ അസംതൃപ്തിയുള്ള, എന്നാൽ ഗൗരവമായിട്ട് സാമൂഹ്യ പ്രശ്നങ്ങളെ കാണുന്ന വിദ്യാസമ്പന്നരും അല്ലാത്തവരുമായ വലിയൊരു വിഭാഗം കേരളത്തിൽ കഴിയുമെങ്കിൽ CPM-ന് പുറത്തു നിന്നും വലിയൊരു വിഭാഗം ആളുകൾ അൻവറിനെ കൗതുകത്തോടെ കാണുന്നു എന്നായിരിക്കും അല്ലേ? അതെ അതെ. ഇത് CPM-നെ മാത്രം ബാധിക്കുന്ന കാര്യമില്ല. യഥാർത്ഥത്തിൽ അൻവർ അടിത്തറ മാതാൻ പോകുന്നത് CPM-ന്റെ അല്ല. അൻവർ മാതാൻ പോകുന്ന അടിത്തറ കേരളത്തിലെ UDF-ന്റെയും BJP-യുടെയാണ്. BJP-യുടെ എങ്ങനെയാ വെച്ചാൽ, ഇപ്പം അൻവർ ഉയർത്തിയ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ CPM-ഉം BJP-യും തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധം നിലനിൽക്കുന്നുള്ളതാണ്. അത് പൊതുവെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യം. അതിന്റെ ഒരു റിയാക്ഷൻ എന്ന് വെച്ചാൽ, ഒരുപാട് പേര് CPM-ൽ നിന്ന് കഴിഞ്ഞൊരു 10 കൊല്ലത്തിനിടയ്ക്ക് BJP-യിലേക്ക് പോയിട്ടുണ്ട്. നേതാക്കളെ അടിത്തട്ടത്ത് ഒരുപാട് പേര് BJP-യിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് 10 വർഷം കൊണ്ട് BJP അവരുടെ വോട്ടിംഗ് ശതമാനം ഇരട്ടിയാക്കാൻ പറ്റിയത്. കേരളത്തില് 10 വർഷം കൊണ്ട് വോട്ടിംഗ് ശതമാനം ഇരട്ടിയായി. വോട്ടിംഗ് ശതമാനം ഇരട്ടിയാവുന്നത് ജനങ്ങൾ അങ്ങോട്ട് ചേരുന്നുണ്ടാണ്. ഹരി, പൊതുവെ നമ്മുടെ സുഹൃത്തുക്കള് എല്ലാവരും ഉയർത്തുന്ന ഒരു പ്രശ്നം, CPM-നെ പോലെ ഒരു നല്ലൊരു ശതമാനം ഹിന്ദുക്കൾ അണിനിരുന്ന, വലിയ ഭൂരിപക്ഷം ഹിന്ദുക്കളും ഈഴവന്മാരും അണിനിരുന്ന ഒരു പാർട്ടി ഇങ്ങനെ ഒരു സംഘീപക്ഷത്തേക്ക്, മീൻസ് സെക്കുലറായിട്ട് സംഘീപക്ഷത്തേക്ക് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ CPM പോലും BJP-യുമായി അവിഹിതമായ ബന്ധം, പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ, അത് ആത്യന്തികമായി BJP-ക്കല്ലേ ഗുണം ചെയ്യുക? അങ്ങനെയല്ല. അത് ഒന്ന്,
CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു BJP-യിലേക്ക് പോകുന്നതിന്റെ യുക്തി എന്താണെന്ന് വെച്ചാൽ ആ CPM വിട്ട് വേറൊരു പാർട്ടിയിൽ പോയാൽ CPM-കാർ ആക്രമിക്കും. ആ യുക്തിയുള്ളൂ. CPM അത് വിട്ട് RMP-യിൽ വന്നാൽ RMP-ക്കാരെ അവർ ആക്രമിക്കും. CPI-യിൽ പോയാലും തീർച്ചയായിട്ടും. CPI-ക്കാരെ ആക്രമിക്കും. കോൺഗ്രസ് പോയാൽ അവരെ ആക്രമിക്കും. അവരെ ആക്രമിക്കണമെന്നല്ല, അടിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ അവര് നാട് വിട്ടു. അതാണ് കോൺഗ്രസിന്റെ രീതി. അത്രേ ഉം. അവർക്ക് ചെറുത്ത് വെക്കാൻ പറ്റും. BJP-യിൽ പോയി കഴിഞ്ഞാൽ BJP-ക്കാര് സംരക്ഷണം കൊടുക്കും. അങ്ങനെയാണ് ഒരു തെറ്റിദ്ധാരണ. ശരിയാണെങ്കിൽ തെറ്റിദ്ധാരണയാണ്. അല്ല സംരക്ഷണം എന്ന് പറഞ്ഞ തെറ്റാറില്ല. പക്ഷെ അങ്ങനെ ഒരു അന്ധവിശ്വാസമുണ്ട്. BJP പോയാൽ അവർ RS-കാർ വന്ന് ചേർക്കും. അവർ അതുകൊണ്ടല്ലേ EP ജയരാജൻ പോലും പോയി അഭയം തേടിയത്. അതെ അതെ, അങ്ങനെയുള്ള വലിയ ആളുകൾ പോലും വന്ന് തയ്യാറാണ്. പക്ഷെ ഈ അടിത്തട്ടത്ത് പോകുന്ന ആളുകൾ നിരാശപ്പെടാനുള്ള ഒരു കാര്യം വെച്ചാൽ അവര് CPM-നോടുള്ള എതിർപ്പ് കൊണ്ടാണ് BJP പോകുന്നത്. പക്ഷെ BJP-യും CPM-ഉം തോളിൽ കയറ്റ് തുടങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ എതിർപ്പ് അവസാനിക്കുകയാണ്. അവർക്ക് BJP ഒരു ഓപ്ഷൻ അല്ലാതായി മാറും. അതാണ് എന്റെ കാര്യം. ശരി. BJP-യും CPM-ഉം തമ്മിൽ ധാരണയിലേക്ക് എത്തുന്നു തോന്നിക്കഴിഞ്ഞാൽ ഈ പോയ ആളുകൾ അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം അവരെന്തിനാണ് എതിർത്തിട്ട് പോകുന്നത് അത് പരാജയപ്പെട്ടു. അതുകൊണ്ട് ഒരു BJP-യെ ബാധിക്കുന്ന കാര്യമാണ്. BJP-ക്കാർ കരുതുന്നത് ഇത് അവരൊക്കെ ഗുണകരാവുന്നു. അങ്ങനെ ഗുണകരാവില്ല. അത് ഗുണകരാവുന്നത് അൻവറിന് മാത്രമേ. കാരണം വേറൊരു രാഷ്ട്രീയ മേഖല അൻവറിന് സൃഷ്ടിക്കാൻ പറ്റും. പിന്നെ മുസ്ലിം ലീഗുകാർ അവരിപ്പോ കാഴ്ചയെ കണ്ടു നിൽക്കുകയാണ്. പക്ഷെ മുസ്ലിം ലീഗിനെ ഇത് വലിയ തോതിൽ ബാധിക്കും. കാരണം മുസ്ലിം ലീഗിലുള്ള ചില ആളുകൾക്കും CPM-ആയിട്ട് ചില ഇടപാടുകളൊക്കെ ബാന്ധവുണ്ട്. സാമാന്യ ജനങ്ങൾക്ക് നമുക്കെല്ലാം അറിയാലോ. മലപ്പുറത്ത് കാര്യങ്ങൾ നടക്കുന്നതിനെ അറിയാലോ. കോൺഗ്രസിന്റെ സ്ഥിതി അതാണ്. കോൺഗ്രസ്സുകാർക്കും പലപ്പോഴും പല കാര്യങ്ങളും അതുപോലെ എടുക്കാൻ പറ്റാറില്ല. അവരുടെ വാലും പലയിടത്തും കുടുങ്ങി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് മൊത്തത്തിൽ ഈ മൂന്ന് മുന്നണികളുടെയും ഉള്ളൊലയ്ക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അവർ ഫലപ്രദമായി ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ അത് ഫലപ്രദമായി അൻവറിന് എന്തുമാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും? അതിന് അൻവറിന്റെ കൂടെ വരുന്ന ആളുകളെ ആശ്രയിച്ചാണ് അത് നിൽക്കുക. കാരണം ഒരു പാർട്ടി പുതുതായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് ഓടിക്കൂടുന്ന ഒരുപാട് ആൾക്കാർ. നമ്മളൊരു ബൾബ് ഇട്ടാല് ഇത് പാറ്റ വരുമല്ലോ, തീയാൻ പാറ്റ പറന്നു വരും, എല്ലാ സ്ഥലത്തും വരും. അത് കുറച്ച് കഴിയുമ്പോൾ പോകും. പല താല്പര്യക്കാരുണ്ടാവും. KR ഗൗരിയമ്മ ഒരു പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് തള്ളി കയറിയ ആളുകൾ 6 മാസം കൊണ്ട് തന്നെ ഗൗരിയമ്മനെ വിട്ടുപോയി. ഗൗരിയമ്മ ശരിയല്ലാതെ അവർ പോയി. കാരണം അവരാഗ്രഹിച്ച രീതിയിൽ ഗൗരിയമ്മ പെരുമാറുന്നില്ല. അവർ വന്നത് എവിടെയെങ്കിലും സാറിനെങ്കിലും ഒരു ഡയറക്ടർ റോഡിൽ കയറി കൊടുക്കണം, പഞ്ചായത്തിലൊരു മെമ്പർ സ്ഥാനം വേണം, പറ്റിയ MLA അങ്ങനെയൊക്കെ കരുതി വരുന്നവരാണ്. അതൊരു പാർട്ടിയിൽ, പുതിയ പാർട്ടിയിൽ നടക്കാൻ പ്രയാസം. കാരണം പുതിയൊരു പാർട്ടി ഈ എല്ലാ മുന്നണികൾക്കെതിരെ ഫൈറ്റ് ചെയ്ത് പോകണമെങ്കിൽ വലിയ അധ്വാനം. പെട്ടെന്ന് പഞ്ചായത്ത് മെമ്പറാൻ പറ്റില്ല. അങ്ങനെ വരുന്നവരൊക്കെ വിട്ടുപോകും. പക്ഷെ അതിനകത്ത് നല്ലൊരു കോർ വന്നാൽ, രാഷ്ട്രീയ ധാരണയുള്ള നല്ലൊരു കോർ അതിനകത്ത് വന്നാൽ കേരളത്തിന്റെ പൊളിറ്റിക്സിനകത്ത് വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കും. കാരണം അത്തരം ഒരു സെക്യുലറായ ഡെമോക്രാറ്റിക് ആയ ഒരു പാർട്ടി കേരളത്തിൽ ആവശ്യമുണ്ട്. അല്ല, അതിനുള്ള ഗ്രൗണ്ട് വർക്ക് അദ്ദേഹം ചെയ്യുമോ, അതിനുള്ള ഒരു ടീം ഉണ്ടായി വരുമോ എന്നൊക്കെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതെ, അതിന് അദ്ദേഹത്തിന് ക്ഷമയുണ്ടാവുമോ, അതിനുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ വരുമോ, ഈ പണം, ഒരു പാർട്ടി ഉണ്ടാക്കണമെങ്കിലുള്ള പണം ചെറിയ പണം പോലെ. അതെ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾ മത്സരിക്കും എന്റെ പാർട്ടി എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. വെറും പറച്ചിലാവോ നമുക്കറിഞ്ഞൂടാ. അതിലൊക്കെ ഒരുപാട് റിസ്ക് ഉണ്ട്. കാരണം കേരളത്തിലെ 1000-ത്തിലധികം വരുന്ന പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ മത്സരിക്കണമെങ്കിൽ അതിനുള്ള വിഭവശേഷി തീർച്ചയായിട്ടും നല്ല വിഭവശേഷിയാണ്. ഇത്രയധികം വിഭവങ്ങളൊന്നും അൻവറിന്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം തന്നെ നിലമ്പൂർ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടായതാണ്, ബുദ്ധിമുട്ടുകളുണ്ട് എന്നാണ്. അത് വെച്ചിട്ട് അത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരിക്കാം, ചിലപ്പോൾ ഒരു ഭീഷണിയായിരിക്കാം. അത്രയധികം പറയുന്ന കൂടെ അതേപടി നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഈ സമയത്ത് ചിന്തിക്കുന്നതെല്ലാം യുക്തിപരമായൊന്നുമില്ല. കാരണം ഒരു വലിയ ഏറ്റുമുട്ടലിന്റെ നടുവ് നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും സംഘർഷഭൂമിയിൽ സംഘർഷത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഭാവനയും കുറെ വർക്ക് ചെയ്യും. പ്രായോഗികമായിട്ട് വരണം. തീർച്ചയായിട്ടും ഭാവനയ്ക്കപ്പുറത്ത് യാഥാർത്ഥ്യപൂർണമായ ഒരു നിലപാടും അപാരമായ ക്ഷമയും ആത്മാർത്ഥമായ സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും ഒക്കെ ചെയ്താൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രസക്തമായ പാർട്ടിയായി മാറാൻ അൻവറിന് സാധ്യതയുണ്ട് എന്നാണോ ഹരി പറഞ്ഞു വരുന്നത്? അതിനുള്ള ഒരു സ്പേസ് ഉണ്ട്, ഒരു സ്പേസ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ ആ നിലയ്ക്ക് കേരളീയർ കാണുന്നുണ്ട്, മാധ്യമങ്ങൾ കാണുന്നുണ്ട്. ഇത് ഒരുപാട് കാലത്തേക്ക് ഉണ്ടാവില്ല, തൽക്കാലത്തേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനിടയിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കാൻ പറ്റിയ അത് വലിയൊരു കാര്യമാണ്. അതിനൊരു പരിഗണന കിട്ടുന്ന സമയത്ത് അതെ സാധ്യത ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് രണ്ടാമത്തെ കാര്യം. അതെ, തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ അവസ്ഥ CPM-നെ നേർക്കുനേരെ വെല്ലുവിളിക്കുന്ന, ഹരി പറഞ്ഞ പോലെ വിട്ടുവീഴ്ചയില്ലാതെ വെല്ലുവിളിക്കുന്ന ഒരു നേതാവ്, CPM-ന്റെ തന്നെ ഒരു സ്വതന്ത്ര MLA എന്നുള്ള നിലക്ക് കിട്ടുന്ന മാധ്യമ പരിലാളന
നാളെയും കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഹരി പറഞ്ഞതനുസരിച്ച് അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വാസം നഷ്ടപ്പെട്ട പുതിയ ചെറുപ്പക്കാരെ കൂടി ആകർഷിക്കുന്ന ഒരു വലിയ മൂവ്മെൻ്റ് ആവാനുള്ള സ്പേസ് ഉണ്ട് അദ്ദേഹത്തിന്. അതെങ്ങാനും യാഥാർത്ഥ്യമായാൽ നമ്മുടെ മാധ്യമ പരിഗണനകളൊക്കെ മാറും അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ കരുതുന്നത് സ്വതന്ത്രമായി നിന്നാൽ പോലും നിലമ്പൂരിൽ അദ്ദേഹത്തിന് മത്സരിച്ച് അതിനുള്ള അടിസ്ഥാനം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചെറിയ അടിസ്ഥാനമല്ല, നല്ല അടിസ്ഥാനമാണ്. അത് അദ്ദേഹത്തിന്റെ നിലമ്പൂരെ പ്രസംഗത്തിനകത്ത് വളരെ കൃത്യമാണ്. ആ പ്രസംഗത്തിന്റെ സ്വഭാവത്തിനകത്ത് ഉണ്ട്. കാരണം അത് അവിടെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ കൂടെ എത്തിയിട്ടാണ് വോട്ടിന്റെ അടിസ്ഥാനം മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. നിലമ്പൂർ അങ്ങനെ വൾണറബിൾ ആയ ഒരു സ്ഥലമാണ്. നിലമ്പൂരിൽ അങ്ങനെ ജയിച്ചു കയറാൻ പറ്റിയ സ്ഥലം. പിന്നെ മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ CPM വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റും. ദുർബലരായ നേതാക്കളെ അവിടെ മലപ്പുറം ജില്ലയിൽ CPM നിലമ്പൂരിന്റെ ഒരു പ്രത്യേകതയും അൻവറിന്റെ തന്നെ കുടുംബത്തിന്റെ ഒരു ദേശീയ മുസ്ലിം പാരമ്പര്യവും ഒക്കെ പറഞ്ഞു വന്നയാള് പൊടുന്നനെ ഒരു മുസ്ലിം വർഗീയവാദിയുടെ സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിന് ദോഷമല്ലേ വരുത്തിയത്? ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു വർഗീയവാദമാണെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമാണ്. അത് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഒരു പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ. അദ്ദേഹം വിശ്വാസിയായ മുസ്ലിമായിരുന്നു, കോൺഗ്രസ്സുകാരൻ. രണ്ടാമത്തെ പ്രശ്നം നമ്മൾ കാണേണ്ടത് കേരളത്തിൽ മാത്രം ഇന്ത്യയിലാകെ മുസ്ലിം സമുദായത്തിനകത്ത് വന്ന ഒരു വലിയ ടെൻഷൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരൊരു വലിയ അരക്ഷിതബോധം അനുഭവിക്കുന്നു. അരക്ഷിതബോധത്തെയാണ് ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കുന്നത്. ആ അരക്ഷിതബോധം ഉപയോഗപ്പെടുത്താണ് അവർ ചെയ്യുന്നത്. അതിനൊരു അടിസ്ഥാനമുണ്ട്. കാരണം വേറെ ചർച്ച പാർട്ടികളൊന്നും ഇല്ല. അതൊരു പൊളിറ്റിക്കൽ വിഷന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അതുപോലും അല്ലേ? തീർച്ചയായിട്ടും അതിനകത്തൊരു കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. കാരണം SDP ദുർബലപ്പെട്ടു, PDP ദുർബലപ്പെട്ടു, INL ദുർബലപ്പെട്ടു. മുസ്ലിം ലീഗ് ഒരു പാർട്ടിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിം ലീഗിന് മുസ്ലിം പ്രശ്നങ്ങൾ എത്രത്തോളം എത്താൻ കഴിയുന്നുള്ള സംശയം. അപ്പൊ കുറച്ചുകൂടി ഷാർപ്പായി നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ സ്വരായി മാറാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാരെ വലിയ തീർക്കാൻ പറ്റും. അത് അൻവറിന്റെ കണക്കുകളിൽ വളരെ കൃത്യം. ഏതായാലും ഈ PV അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പല കോണുകളിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അപ്പോൾ UDFന്റെ കൂടെ നിൽക്കുന്ന ഒരു RMPIയുടെ ദേശീയ നേതാവ് എന്ന നിലയിൽ KS ഹരിഹരൻ എന്ന പൊളിറ്റിക്കൽ ജീനിയസ് അവതരിപ്പിക്കുന്ന നിലപാടുകൾക്ക് വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ അൻവർ ആത്യന്തികമായി UDFനെ പോലും ബാധിക്കുന്ന, BJPയെ തന്നെ ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി മാറാനുള്ള ഒരു സാധ്യതയും സ്പേസും ആണ് ഹരിഹരൻ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും മലയാളി ഈ വ്യത്യസ്തമായ നിലപാടും നിരീക്ഷണങ്ങളും കേൾക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കി കാര്യങ്ങൾ അൻവറിൻ്റെ മുന്നേറ്റത്തിൻ്റെ വഴിയിലൊക്കെ നമുക്ക് വീണ്ടും പരിശോധിക്കാം. ഹരിക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വരുമ്പോൾ അതിന്റെ അനുഭവങ്ങൾ, അതിന്റെ സാധ്യതയും പരിമിതിയും ഒക്കെ മലയാളികൾക്ക് കാത്തിരുന്ന് തന്നെ കാണാം. രാഷ്ട്രീയമല്ലേ, നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.